നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ വീട്ടിൽ ഈ നിൽക്കുന്ന ഇവളല്ലാതെ മറ്റാരും നിന്നെ വിശ്വസിക്കില്ല. ഇവള് നീ പറയുന്നൊക്കെ വിശ്വസിച്ചു എന്ന് കരുതി എല്ലാവരും അതുപോലെ അല്ല. ഇവളുടെ തന്നെ നാശം തോണ്ടുക. എനിക്ക് വേണ്ടി മനുഷ്യ അനുഭവിച്ചതൊക്കെ ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുന്ന പോലുമില്ല. താൻ ആരെയും മനസ്സിലാക്കിക്കാൻ ശ്രമിക്കണ്ട. അനുഭവിച്ച് എനിക്കും എന്നെ മനസ്സിലാക്കിയ താനും മതി. ഇനി നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ സച്ചി അർച്ചനയും എല്ലാം മനസ്സിലാക്കും. എന്റെ നിരപരാധിത്വം അവർക്ക് ബോധ്യമാവും. അന്ന് എന്നോട് മാപ്പ് പറയാൻ അർച്ചന ഇവിടെ വരും. അത് ശരി, നീയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. ഇവിടുത്തെ സെക്യൂരിറ്റിയും കാര്യസ്ഥനും ഒക്കെ ഞാൻ തന്നെയാ. നിനക്കെന്താ ഇവിടെ കാര്യം? എന്റെ പെങ്ങള് ഇതിനകത്തുണ്ട്. അവളെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നേ. അവള് വന്നില്ലെങ്കിൽ വലിച്ചഴിച്ചായാലും ഞാൻ അവളെ കൊണ്ടുപോകും. നീ മുമ്പിൽ നിന്ന് മാറ്. മാറില്ല, മാറ്റണം. ധനുഷും നിന്റെ പെങ്ങളും അകത്ത് റൂമിലുണ്ട്. കുറെ നേരമായി അതിനകത്ത് ഇരിപ്പാ. സംസാരമാണെന്ന് തോന്നുന്നു. അതോ ഇനി മാറാ. നീ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ ചോദിച്ച കേട്ടില്ലേ? നീ എന്തിനാ ഇവിടെ വന്നേന്ന്? ഞാൻ എന്തിനാ വന്നതെന്ന് ഏട്ടനെ അറിയില്ലേ? ധനുഷിനെ കാണാനും സംസാരിക്കാനും. ഞാൻ പോകുന്നിടത്തൊക്കെ നിങ്ങൾ എന്തിനാ പുറകെ വരുന്നേ? മാസം കാണിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നോടി. അതെന്ത് പണിയാ സച്ചി സാറേ? സാറ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവല്ലേ സ്നേഹ പറഞ്ഞത്? അവള് ചോദിച്ചത് ശരിയല്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ സ്നേഹയുടെ പുറകെ നടക്കുന്നത്? നീ എന്റെ കൈവിട്. ഞാൻ സംസാരിക്കുന്ന എന്റെ അനിയത്തിയോടാ. അനിയത്തിയൊക്കെ അങ്ങ് നെല്ലിശ്ശേരി വീട്ടില്. ഇവിടെ ധനുഷിന്റെ പെണ്ണാ ഇവിടെ. അടങ്ങി നിൽക്കാൻ പറഞ്ഞ അടങ്ങി നിൽക്കാൻ. തല്ലിക്കോ, എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ. തിരിച്ചു തല്ലാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. എന്റെ സ്നേഹയുടെ സ്നേഹത്തിന് വേണ്ടിയാ ഞാൻ. ഇവൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന എന്നെയാണോ നിങ്ങൾ തല്ലി അകറ്റാൻ നോക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി എത്ര അനുഭവിക്കാനും ഞാൻ തയ്യാറാ. നിങ്ങൾ നിങ്ങളുടെ സ്വാധീനം വെച്ച് നാളെ എന്നെ കൊന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. സ്നേഹ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് അറിയോ? രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് പറയാൻ, അല്ലാതെ വീട്ടിലേക്ക് തിരികെ പോകുന്നില്ലെന്ന് പറയാൻ. അത്രയ്ക്ക് ഇഷ്ടം അവൾക്ക് എന്നെ. എനിക്കും അങ്ങനെ തന്നെയാ. എന്നിട്ട് ഞാനത് ചെയ്യാത്തത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. ഞാൻ സ്നേഹയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന നിങ്ങളുടെ നിലയും വിലയും എന്നേക്കുമായി പോകുന്നുള്ളത് എനിക്കറിയാം. അത് ഓർത്തു മാത്രമാ ഇപ്പോഴും നിങ്ങളുടെ അനിയത്തി നിങ്ങളുടെ വീട്ടിലുള്ളത്. പൂർണ്ണ സംഭവത്തോടെ നിങ്ങൾ ഇവിടെ എന്നെ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ ഈ താലിയുമായി കാത്തിരുന്നോളാം. മതി നിന്റെ നാടകം.
നീ പറയുന്നൊക്കെ ദാ ഇവള് വിശ്വസിക്കും. ഞങ്ങളെ അതിന് കിട്ടില്ല. നീ സൂക്ഷിച്ച സ്നേഹേ, ഇവനിതുപോലെ പല കള്ളങ്ങളും പറയും. അത് കേട്ട് മയങ്ങി വീഴുന്നത് പടുകുഴിയിലേക്കാണെന്ന് ഓർത്തോ. നിങ്ങൾക്ക് എന്താ എപ്പോഴും ഇങ്ങനൊരു വർത്തമാനം? നിങ്ങൾക്ക് സച്ചേട്ടനെ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് ധനുഷും. കണ്ടോ, അടികൊണ്ട് ചോര വാർന്നിട്ടും ഇപ്പോഴും പറയുന്നത് എന്നെ എന്റെ സ്നേഹത്തെയും പറ്റിയ. ഈ പറഞ്ഞ നിങ്ങൾ ആരും അല്ലല്ലോ ഇവന്റെ കൂടെ ജീവിക്കുന്നത്, ഞാനല്ലേ. എന്റെ ജീവിതത്തെ പറ്റി എനിക്കില്ലാത്തൊരു പേടിയും ആശങ്കയും മറ്റാർക്കും വേണ്ട. ധനുഷ് ഒരു വാക്ക് പറഞ്ഞ ഇനി മുതൽ ഞാൻ ഇവിടെ നിൽക്കും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇവനത് പറയില്ല. വിവാഹ സ്വപ്നങ്ങളോട് ജീവിച്ചവരാ ഞങ്ങള്. വിവാഹത്തിലൂടെ ഒന്നിക്കണമെന്ന ധനുഷിന്റെ ആഗ്രഹം. ആഗ്രഹം അതിനെക്കുറിച്ച് നീ ഞങ്ങളോട് പറയണ്ട. ഇവന്റെ ആഗ്രഹം എന്താന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവന്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ സ്നേഹ എന്ന നീ ഇല്ല. ഉള്ളത് നെല്ലിശ്ശേരിയിലെ മരുമകൻ എന്ന സ്ഥാനവും അതുവഴി കിട്ടുന്ന സ്വത്തുക്കളും മാത്രം. പക്ഷെ നിനക്കിത് മനസ്സിലായില്ലെന്ന് കരുതി അതിന്റെ അർത്ഥം ഇവൻ ജയിച്ചു എന്നല്ല. ആ വീട്ടിൽ ഈ നിൽക്കുന്ന ഇവളല്ലാതെ മറ്റാരും നിന്നെ വിശ്വസിക്കില്ല. ഇവള് നീ പറയുന്നൊക്കെ വിശ്വസിച്ചു എന്ന് കരുതി എല്ലാവരും അതുപോലെ അല്ല. ഇവളുടെ തന്നെ നാശം തോണ്ടുവാ. നിനക്കിപ്പോ ഒരു ധാരണ ഉണ്ടാവും ഇവളെ പറഞ്ഞ് പിരികേറ്റി നിന്റെ ആവശ്യം നേടിയെടുക്കാന്ന്. അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്ന് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കും. ഷാഹിർ മുഹമ്മദ് ധനുഷായ കഥ ഇവള് വിശ്വസിക്കുന്നില്ലെങ്കിലും മറ്റെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന താലിമാലയില്ലേ, തീയിലിട്ടങ്ങ് ചുട്ടെരിച്ചേക്ക്. സ്നേഹ എന്ന ഇവളെയും ഇവളുടെ പേരിലുള്ള സ്വത്തുക്കളും രണ്ടും നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അറിയാലോ നിനക്കെന്നെ, ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. സച്ചേട്ടാ വാ പോവാം. സ്നേഹ പോയി വണ്ടി കയറി. ഞാൻ ഇനി വരുന്നില്ല. ഞാൻ ഇന്നു മുതൽ ഇവിടെ താമസിക്കാൻ പോന്നെ. നിനക്ക് സച്ചേന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതല്ല എന്റെ കയ്യിൽ നിന്ന് വാങ്ങരുത്. നീ മര്യാദ ഞങ്ങളുടെ വാ. നടക്കണേ ഇങ്ങോട്ട്. നടക്ക. ഞാൻ പോകുന്നില്ല. സ്നേഹം വരാനാ പറഞ്ഞത്. കൊടുക്കല്ലേ. വീട് കേറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.